കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടും ഇൻഡെക്സ് 25,000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. 2024 ഒക്ടോബർ 17-ന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് വ്യാഴാഴ്ചയാണ് 25,000 എന്ന ലെവലിലേക്ക് തിരികെ എത്തുന്നത്. അതിനുശേഷം വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടും 25,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തത് ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസിനെ ഉയർത്തിയ ഒരു പ്രധാന ഘടകമാണ്. ഇനി വീക്ക്ലി പെർഫോമൻസ് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് മെറ്റൽ സെക്ടർ. മെറ്റൽ ഇൻഡെക്സ് തന്നെ 9% ഉയരുകയും മെറ്റൽ സെക്ടറിലെ പ്രമുഖ സ്റ്റോക്കുകളായ അദാനി എൻ്റർപ്രൈസസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, വേദാന്ത, ഹിൻഡാൽകോ തുടങ്ങിയ സ്റ്റോക്കുകൾ വീക്ക്ലി ബേസിസിൽ 14% ഉയരുകയും ചെയ്തു. അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര കരാറിലെത്തിയതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ മെറ്റൽ സെക്ടറിലാണ്. കൂടാതെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഡിമാൻഡിൽ വർധനവ് വരുന്നതും ഇമ്പോർട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇമ്പോർട്ട് വഴിയുള്ള കോമ്പറ്റീഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റീൽ സെക്ടറിന് മുകളിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയതുമൊക്കെ മെറ്റൽ സെക്ടറിലെ റാലിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടയിലുള്ള ഏറ്റവും മികച്ച വീക്ക്ലി പെർഫോമൻസാണ് മെറ്റൽ സെക്ടർ കാഴ്ചവെച്ചിരിക്കുന്നത്. കൂടാതെ ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ അല്ലെങ്കിൽ ചൈനയുമായി താൽക്കാലികമെങ്കിലും താരിഫുകൾ നിർത്തലാക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോള മാർക്കറ്റിലും മെറ്റലിന് ഒരു ഉണർവ് വന്നിട്ടുണ്ട്. ഇത് ചൈനീസ് മാർക്കറ്റിലും പ്രകടമായിട്ടുണ്ട്. വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ മെറ്റൽ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അനാലിസിസ് ചെയ്താൽ ജിൻഡാൽ സ്റ്റീൽ 14.25%, അദാനി എൻ്റർപ്രൈസസ് 14%, ജിൻഡാൽ സ്റ്റെയിൻലെസ് 13.4%, നാൽക്ക 13%, സെയിൽ 12%, ലോയിഡ് മെറ്റൽ ആൻഡ് എനർജി 11%, ഹിന്ദുസ്ഥാൻ കോപ്പർ 11.5%, ടാറ്റ സ്റ്റീൽ 10.2%, NMDC 9.7%, വേദാന്ത 8%, ഹിന്ദുസ്ഥാൻ സിങ്ക് 8%-ഓളവും ഉയർന്നു. ചൈനയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ഡീലിലെത്തിയതും 90 ദിവസത്തേക്ക് പരസ്പരം താരിഫുകൾ നിർത്തലാക്കിയതിൻ്റെയും ഇമ്പാക്റ്റ് ഏറ്റവും അധികം കാണാൻ സാധിച്ചതും മെറ്റൽ സെക്ടറിലാണ്. മെറ്റൽ സെക്ടറിൽ വന്ന റിക്കവറി ക്രൂഡിൻ്റെ വിലയെയും സ്വാധീനിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യ വിക്സ് 16.55%-ഓളം കറക്റ്റായതും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ്ങിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ മെറ്റൽ വിപണി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. കാരണം ലോകത്തിൻ്റെ തന്നെ 45%-ഓളം GDPയും ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ 45% GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചൈനയും അമേരിക്കയും തമ്മിലാണ്. അങ്ങനെ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് മെറ്റലിൻ്റെ ഡിമാൻഡിനെ കുറയ്ക്കും എന്ന് മാർക്കറ്റ് വിചാരിച്ചിരുന്നു. അതിനു മുകളിലുള്ള അല്ലെങ്കിൽ ആ ഒരു അൺസർട്ടനിറ്റി സെറ്റിലായതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് മെറ്റൽ സെക്ടറിൽ കഴിഞ്ഞ ആഴ്ച കാണാൻ സാധിച്ചത്. ഇനി മെറ്റൽ സെക്ടറിലെ വിവിധ സ്റ്റോക്കുകൾക്ക് അനലിസ്റ്റ് നൽകുന്ന ടാർഗറ്റ് കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ടാറ്റ സ്റ്റീൽ 157 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിലും സ്റ്റോക്ക് ബ്രേക്കൗട്ടിന് വേണ്ടി തയ്യാറെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. W പാറ്റേൺ സ്റ്റോക്കിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. നെക്ക് ലൈൻ റെസിസ്റ്റൻസിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 157 എന്ന റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 170, 180 തുടങ്ങിയ ലെവലുകളിലേക്ക് ടാറ്റ സ്റ്റീൽ ഉയർന്നേക്കാം. ICICI സെക്യൂരിറ്റീസ് 180 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 121 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ് JSW സ്റ്റീൽ. JSW സ്റ്റീലിനും 1000-നടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 980-നടുത്ത്. ഇവിടെ നിന്നും 1000-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം ഗ്രാജുവലി വന്നേക്കാം. 1050 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അനലിസ്റ്റുകൾ 1230 രൂപയുടെ ടാർഗറ്റാണ് JSW സ്റ്റീലിന് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോക്ക് APL അപ്പോളോ ട്യൂബ്. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന സ്റ്റോക്കാണ്. കൂടാതെ ബ്രേക്കൗട്ട് സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. സ്റ്റോക്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുകയാണ്. 1750-ൻ്റെ റെസിസ്റ്റൻസ് ആയിരുന്നു സ്റ്റോക്കിന് ഇതുവരെ ഉണ്ടായിരുന്നത്. 1750-ൻ്റെ റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1750-ൽ നിന്നും 1900 എന്ന റേഞ്ചിലേക്കുള്ള മൂവ്മെൻറ്റ് വേണം APL അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്കിൽ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാൻ. അനലിസ്റ്റ് 800 രൂപയുടെ ടാർഗറ്റ് നൽകിയ ഒരു സ്റ്റോക്കാണ് ഹിൻഡാൽകോ എന്ന സ്റ്റോക്ക് 657-നടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ICICI സെക്യൂരിറ്റീസ് ആണ് 800 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. 700, 750 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. മറ്റൊരു സ്റ്റോക്ക് ശ്യാം മെറ്റാലിക്സ് ആണ്. ശ്യാം മെറ്റാലിക്സ് എന്ന സ്റ്റോക്കും റെസിസ്റ്റൻസ് റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു.
937 എന്ന സോൺ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. സ്റ്റോക്ക് ആ റെസിസ്റ്റൻസ് സോണിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്കിന് 900-അടുത്ത് സപ്പോർട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. ശ്യാം മെറ്റാലിക്സ് എന്ന സ്റ്റോക്കിനെയും ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. 1000, 1030 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഇൻ കേസ് സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്